ഓർഗൻസിനെയും ബാധിക്കും. ഫ്രൂട്ട് ഓൺലി ഡയറ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ റീസെന്റ് ആയിട്ടൊരു ന്യൂസ് ഫ്രൂട്ട് ഓൺലി ഡയറ്റിനെ കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ലിക്വിഡ് ഫ്രൂട്ട് ഓൺലി ഡയറ്റ് ഫോളോ ചെയ്തൊരു കുട്ടി, 17 വയസ്സായ ഒരു കുട്ടി 3 മാസത്തോളം ലിക്വിഡ് ഡയറ്റ് ഫോളോ ചെയ്യുകയും അതൊരു സോളിഡ് ഫുഡിലോട്ട് കൺവേർട്ട് ആക്കിയപ്പോഴത്തേക്ക് ആ കുട്ടിക്ക് അസ്വസ്ഥത മൂലം അത് മരിക്കുകയും ചെയ്തൊരു ഇൻസിഡന്റ്. അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും കംപ്ലീറ്റ്ലി നമ്മുടെ എല്ലാ ഫുഡും റെസ്ട്രിക്ട് ചെയ്ത് ഒരു വെയിറ്റ് ലോസ് ചെയ്യരുത്. മിനിമം ഒരു വെയിറ്റ് ലോസ് ഒക്കെ കംപ്ലീറ്റ്ലി ഒരു റിസൾട്ട് കിട്ടാൻ ഒരു 2 to 3 months എടുക്കും. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അത്രയും നാൾ ഒത്തിരി റെസ്ട്രിക്ഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി അധികം ന്യൂട്രിയൻസ് ഡെഫിഷ്യൻ്റ് ആവും, നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി വീക്ക് ആവും, മസിൽ ലോസ് ഉണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂ നമ്മൾ പോലും അറിയാതെ ഉണ്ടാവും. പുറമേ ചിലപ്പോൾ നമുക്ക് വെയിറ്റ് ഒക്കെ കുറഞ്ഞ പോലെ ഇരിക്കും, പക്ഷേ നമ്മുടെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് നമുക്കത് മനസ്സിലാവത്തില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫ്രൂട്ട് എടുക്കുന്നതിനും ഒരു ടൈമിങ്ങും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രീ വർക്കൗട്ട് ആയിട്ട് നമുക്ക് ഫ്രൂട്ട് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മിഡ് മോർണിംഗ് ആയിട്ടോ ഈവനിങ് സ്നാക്ക് ആയിട്ടോ ഫ്രൂട്ട് എടുക്കാം. അതുപോലെ തന്നെ നൈറ്റ് നമ്മൾ ഡിന്നറിന് ശേഷം ലേറ്റ് നൈറ്റ് ആയിട്ട് ഫ്രൂട്ട് എടുക്കാതിരിക്കാൻ നോക്കുക. ബിക്കോസ് അത് ഡൈജഷനെ സ്ലോ ഡൗൺ ചെയ്യും. ഫ്രൂട്ട് എടുക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഫ്രൂട്ടിന്റെ കൂടെ ഏതെങ്കിലും പ്രോട്ടീൻ സോഴ്സ് കൂടെ ഉൾപ്പെടുത്താം. വേണമെങ്കിൽ ഒരു എഗ് വൈറ്റും ഒരു ഫ്രൂട്ടായിട്ട് കമ്പൈൻ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ആൽമണ്ട്സോ വേറെ ഏതെങ്കിലും നട്ട്സിന്റെ സോഴ്സസോ കൊണ്ട് നമുക്ക് ഫ്രൂട്ടിനെ കമ്പൈൻ ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ക്വാണ്ടിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 cup to 1 cup വരെ ഫ്രൂട്ട് എടുക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി പ്രോട്ടീൻ ഒന്നും മാറ്റി വെക്കരുത്. പ്രോട്ടീൻ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മസിൽ ഗ്രോത്തിനായാലും ഇമ്മ്യൂണിറ്റി കുറയാതിരിക്കാനായിട്ടായാലും നമ്മുടെ ഹെയർ ബോഡി അതിനെയൊക്കെ കെയർ ആക്കാനും ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് അത്യാവശ്യം പ്രോട്ടീൻ വേണം. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നവരെ പ്രോട്ടീൻ കംപ്ലീറ്റ്ലി റെസ്ട്രിക്ട് ചെയ്ത് ഫ്രൂട്ടിലോട്ട് കൺവേർട്ട് ആവരുത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഏത് ഫുഡ് എടുക്കാനായാലും ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ബോഡിയുടെ കലോറി അനുസരിച്ചിട്ടായിരിക്കും. ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് വേണം വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഒരു പ്രോപ്പർ വെയിറ്റ് ലോസ് ഡയറ്റ് പ്ലാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി എന്നെ തന്നെ കോൺടാക്ട് ചെയ്യാം. ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വെയിറ്റ് ലോസ് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയറക്ട്ലി എന്നെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും അയച്ചു കൊടുക്കുക. ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഫ്രൂട്ട് ഡയറ്റോ ഫ്രൂട്ട് മാത്രം കഴിച്ച് ഡയറ്റോ എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ തന്നെ വരുന്നതായിരിക്കും. ബൈ.